പണ്ടൊക്കെ നമ്മുടെ ജമാഅത്തുകളിൽ പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ സെലക്ട് ചെയ്യുന്നത് ഒരാൾ പറയും പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഹാജി, പിന്താങ്ങാൻ വേറൊരാള്, സെക്രട്ടറി സുലൈമാൻ സേട്ട്. അങ്ങനെ ഓരോരുത്തരെ പറയുമ്പം ഒരാൾ പിന്താങ്ങും, അല്ലെങ്കിൽ അയാൾ പറ്റില്ല എന്ന് പൊതുജനം പറയും. ഇങ്ങനെയായിരുന്നു സെലക്ടിങ് ഉണ്ടായിരുന്നത്. ഇപ്പൊ അതൊക്കെ മാറി റിട്ടേണിംഗ് ഓഫീസറുടെ ചുമതലയിൽ ഒരു പ്രത്യേകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചട്ടം നിലവിൽ വന്നു. അതനുസരിച്ചിട്ടാണ് ജമാഅത്തുകളിലെ പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ തീരുമാനിക്കുന്നത്. എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെ. നമ്മുടെയൊക്കെ ജമാഅത്തിലോ പള്ളിയിലോ ഒരു പ്രസിഡന്റ് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് നടത്തുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ വിഷയങ്ങളുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നത് കാണാം. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളി പരിപാലിക്കേണ്ടത് ആരാണ്? തീർച്ചയായും പരിപാലിക്കപ്പെടേണ്ടത് മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നയാളായിരിക്കണം. യുക്തിവാദികൾ, അല്ലാഹുവിനെ അംഗീകരിക്കാത്ത ആളുകൾ പള്ളി ഭരിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ മുന്നിലുള്ളത്. പള്ളിയിലേക്ക് കയറി ഞെളിഞ്ഞിരിക്കുന്നു, പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്. എന്തൊരു യോഗ്യതയുള്ളത്? ഒരു യോഗ്യതയുമില്ല. അള്ളാഹുവിനെ കൊണ്ടുപോലും വിശ്വാസമില്ലാതെ കള്ളക്കടത്ത് നടത്തുന്നവർ, മദ്യശാല നടത്തുന്നവർ, വ്യഭിചാര കേന്ദ്രങ്ങളും ബാങ്കുകൾക്കുമൊക്കെ നേതൃത്വം നൽകുന്നവർ, ഇങ്ങനെയുള്ളവരൊന്നും ഒരിക്കലും പള്ളി ഭരണം പറ്റില്ല. മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ആളായിരിക്കണം. വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തെ കൊണ്ടും വിശ്വസിച്ച ആളായിരിക്കണം. ചുരുക്കത്തിൽ ഈമാൻ കാര്യത്തിന്റെ ആദ്യവും അവസാനവും അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് അതിനിടയിലുള്ള സകല ഈമാൻ കാര്യങ്ങളും വിശ്വസിച്ച ആളായിരിക്കണം. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, പള്ളി പരിപാലിക്കേണ്ടത് അവനാണ്. പിന്നെയും തീർന്നില്ല. കർമ്മപരമായ വിഷയം നോക്കുമ്പം വഖാമസ്സലാഹ്, നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരായിരിക്കണം. കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുകയാണ്, ബാങ്ക് വിളിക്കുമ്പം ബാങ്ക് വിളിച്ചു കഴിയുമ്പോൾ ആള് ഇറങ്ങി ഓടുകയാണ്, നിസ്കരിക്കൂല. അങ്ങനെയുള്ളയാള് പള്ളി പരിപാലനത്തിന് പറ്റില്ല. വഖാമസ്സലാഹ്, നിത്യമായി നിസ്കാരം നിലനിർത്തുന്നയാളായിരിക്കണം. സക്കാത്ത് കൊടുത്തു വിട്ടുന്നയാളായിരിക്കണം. അവനെ പള്ളി പരിപാലനം പറ്റുള്ളൂ. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ഭയക്കുന്ന ആളായിരിക്കണം. ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഇടപെടുമ്പം, കൈക്കൂലി കൊടുക്കുമ്പം, ആ കൈക്കൂലിയിൽ പണത്തിന്റെ സ്വാധീനത്തിൽ അവൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാകാൻ പാടില്ല പള്ളി കമ്മിറ്റിക്കാര്. പള്ളി പരിപാലിക്കുന്നവൻ അള്ളാഹുവിനെ പേടിച്ച് നീതി പൂർണമായ ഒരു വിധി നടപ്പിലാക്കുന്ന വ്യക്തിത്വമായിരിക്കണം. വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരെയും ഭയക്കാൻ പാടില്ല. ഫഅസാ ഉലൈക അൻ യകൂനു മിനൽ മുഹ്തദീൻ, അങ്ങനെയുള്ള ആളുകളാണ് പള്ളി പരിപാലനത്തിൽ ഏറ്റെടുക്കേണ്ടത്. അവരാണ് മുന്നോട്ട് വരേണ്ടത്. വേറെ ആരെങ്കിലും ഇതിന് കഴിയാത്ത